ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഫെബി വേൾഡിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ ആക്ട്രസ് സിത്താരയുടെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് സിത്താര. ഒരു ശാലീന സുന്ദരി എന്നൊക്കെ പറയുന്ന പറ്റുന്ന ഒരു ആക്ട്രസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളെപ്പോലെ എന്തായാലും ഞാൻ ആവില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ഷേപ്പും കാര്യങ്ങളും കളറും ഒക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ആളുടെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് മാത്രം. ഈ കാണിക്കുന്ന ഫോട്ടോയിലെ ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. CTM എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. CTM എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആണ്. അതിന് ക്ലെൻസിങ് ഞാനിവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോൺ ചെയ്യണമെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഐസ് ക്യൂബാണ് കേട്ടോ. ഒരു ഐസ് ക്യൂബ് ഇതുപോലെ എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസ് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ ഐസ് ക്യൂബ് നന്നായിട്ട് മുഖത്ത് റബ്ബ് ചെയ്തതിന് ശേഷം അതിനെ അങ്ങനെ തന്നെ ഉണങ്ങാൻ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ശ്രമം മാത്രമാണിത്. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. അതിന് ഞാൻ അലോവേരയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രൈമർ കൂടിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അലോവേര ഇതുപോലെ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജിങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഫോട്ടോയിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ കണ്ണിൻ്റെ അടിയിലും മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഓണം മേക്കപ്പ് ലുക്കിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് എവിടെയാണോ ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ കാണുന്ന അവിടുത്തെ നമുക്കൊരു റെഡ് ലിപ്സ്റ്റിക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ എല്ലായിടത്തും നമുക്ക് ഈവൻ ആയിട്ടുള്ളൊരു കളർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കണ്ണിന് ചുറ്റും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മറക്കാനായിട്ട് ഞാനിതുപോലെ റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡിനനുസരിച്ച് നിങ്ങൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് ഒരൽപ്പം എടുത്തതിന് ശേഷം എൻ്റെ മുഖത്ത് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐബ്രോ ആണ് കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു ഐബ്രോ ആണിട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറിയ രീതിയിലുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഐബ്രോസ് ഇതാ ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഐബ്രോസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ്. ഇനി നമ്മൾ നേരെ വരുന്നത് ഐയിലേക്കാണ്. അപ്പോൾ കണ്ണിനുള്ളിൽ ഇടാനായിട്ട് ഞാനിവിടെ ഹിമാലയയുടെ കാജലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐ ഷാഡോ ഒന്നും ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലും താഴെയും മേലെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. സിത്താരയുടെ ഐ മേക്കപ്പ് കണ്ടാൽ അറിയാം, എല്ലാത്തിലും ഓൾമോസ്റ്റ് ഏകദേശം ഒരേ ഐലൈനറും ഐ മേക്കപ്പാണ് ആൾ യൂസ് ചെയ്യാൽ. മുകളിൽ കുറച്ച് മാത്രം, അടിയിൽ കുറച്ച് തിക്കായിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉള്ളിലും പുറത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളുടെ കാജലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് താഴ്ഭാഗത്ത് കുറച്ച് കട്ടിയിലും അതുപോലെ തന്നെ മുകളിലായിട്ട് ചെറിയൊരു ലൈൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചെറുതായിട്ട് നമ്മൾ ഐലൈനർ ഇട്ടെന്ന് തോന്നും ചെയ്യരുത്, എന്നാൽ ആ കണ്ണിനൊരു ഫിനിഷിങ് കിട്ടും വേണം എന്നൊരു രീതിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിലൊരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. വളരെ ചെറിയ രീതിയിലായിട്ടായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സിതാരയുടെ ഐ കുറച്ച് നീണ്ട ഐ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇന്നർ കോർണർ ഇതുപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഐലൈനർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ കണ്ണിന് കുറച്ചും കൂടി നീട്ടം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ അറ്റത്ത് സൈഡിലായിട്ട് ഒരു ചെറിയൊരു വിങ്ങും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും വലിയ ഒരു അറിവില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ മറ്റായും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 2 കണ്ണും ഇതുപോലെ ഫിനിഷാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം മാച്ചായെന്ന് തോന്നുന്നു. ഇനി ഞാൻ സെയിം ഐലൈനർ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഐലാഷസ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി മുഖത്തിനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് മാത്രം എടുത്തതിന് ശേഷം ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് വിടുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു പീച്ചിഷ് റെഡ് കളറുള്ള ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ സെയിം കളറിൽ എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ബ്ലഷായിട്ട് തന്നെ ഈ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മളുടെ 2 കവിളിലും അതുപോലെ താടിയുടെ ഭാഗത്തുമായിട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു പിങ്ക് ചീക്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. ഇനി നമുക്കൊന്ന് ഷോളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ എല്ലാതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം. സിതാരയെ പോലെ എന്തായാലും ആയിട്ടില്ലെങ്കിലും ആളുടെ മേക്കപ്പ് ഞാൻ ഏകദേശം ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ തോന്നി കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, സിതാരയുടെ ചുണ്ടിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു മറുകുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മറുക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു മറുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഷോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഷോൾ വെച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.